ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ വീഡിയോ ഓഫ് എഡിഫൈ ഇൻസൈറ്റ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിസ്കഷനിൽ വെച്ചതെന്ന് വെച്ചാൽ, നിങ്ങളുടെ UGC നെറ്റ് പ്രിപ്പറേഷനിൽ നിങ്ങളെല്ലാവരും UGC നെറ്റ് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പം ഒന്ന് സിലബസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ലാസ്റ്റ് പാർട്ടിലേക്ക്, അതായത് യൂണിറ്റ് 10-ൽ ലാസ്റ്റ് പാർട്ടിലേക്ക് വരുന്ന സമയത്ത് സോഷ്യൽ സയൻസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പുതിയൊരു ടോപ്പിക്ക് കുറച്ചായിട്ട് ആഡ് ആയിട്ടുള്ളതാണ്. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഒരു 5 to 6 ക്വസ്റ്റ്യൻസ് വന്ന് കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് യു ക്യാൻ സ്കോർ മോർ ദാൻ 10 മാർക്സ് അല്ലേ. ഒരു ക്വസ്റ്റ്യന് നമുക്ക് 2 മാർക്സാണ്. അപ്പോൾ മോർ ദാൻ 10 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണിത്. പിന്നെ ഇതൊരു ചെറിയൊരു ഏരിയ ആണ്. നിങ്ങൾക്ക് കോൺസെപ്റ്റ്സ് ക്ലിയർ ആയി കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ആ മാർക്സ് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ജസ്റ്റ് ഓരോ കോൺസെപ്റ്റ് വൈസായിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ഇതിനകത്ത് ഫസ്റ്റ് വരുന്ന ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ അണ്ടറിൽ ഫസ്റ്റ് വരുന്ന സിലബസ് വൈസിൽ ഫസ്റ്റ് വരുന്നത് ഡിസാസ്റ്റർ റിലേറ്റഡ് കോൺസെപ്റ്റ്സ് ആൻഡ് ഡെഫിനിഷൻസ് ആണ്. അതിനകത്ത് 4 കോൺസെപ്റ്റ്സ് ആണ് വരുന്നത്: ഹസാർഡ്, റിസ്ക്, വൾണറബിലിറ്റി ആൻഡ് ഡിസാസ്റ്റർ. ഈ 4 കോൺസെപ്റ്റ്സ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ഉറപ്പായിട്ടും വരും. അപ്പോൾ നമുക്ക് ജസ്റ്റ് കോൺസെപ്റ്റ്സ് എന്താണെന്നുള്ളതൊന്ന് ക്ലിയർ ആയിട്ട് കഴിഞ്ഞാൽ, കാരണം ഇത് നമുക്ക് കേൾക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നുമെങ്കിലും കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് ഇതിനകത്തുള്ളത്. അപ്പം ജസ്റ്റ് എന്താണെന്നൊന്ന് ക്ലിയർ ആയി കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആ ബേസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് നമ്മൾ ഹസാർഡാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ ക്ലാസ്സിലും നമുക്ക് ഓരോ കോൺസെപ്റ്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്താണ് ഹസാർഡ് എന്ന് പറയുന്നത്? ഹസാർഡ്സ് ആർ ഡിഫൈൻഡ് ആസ് ഫിസിക്കൽ ഫിനോമിന ദാറ്റ് പോസ് എ ത്രെറ്റ് ടു ദ പീപ്പിൾ, സ്ട്രക്ചേഴ്സ് ഓർ എക്കണോമിക് അസറ്റ്സ് ആൻഡ് വിച്ച് മേ കോസ് എ ഡിസാസ്റ്റർ. അപ്പം ഒരിക്കലും ഒരു ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ഒരു ഹസാർഡല്ല. എപ്പോഴും നമ്മൾക്കൊരു ഒരു മിസ്കൺസെപ്റ്റ് അങ്ങനെ ഉണ്ട്. അതായത് ഒരു ഹസാർഡും ഡിസാസ്റ്ററും വേർതിരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ട് ഉണ്ട്. പക്ഷേ ഹസാർഡും ഡിസാസ്റ്ററും ഡിഫറെൻ്റ് ആണ്. ഹസാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ തന്നെ ക്ലിയർ ആണ്. ഇറ്റ്സ് എ ഫിസിക്കൽ ഫിനോമിന. ഒരു ഫിസിക്കൽ ഫിനോമിന വിച്ച് ക്യാൻ പോസ് എ ത്രെറ്റ് ടു ദ പീപ്പിൾ. അതിന് ആൾക്കാരെ അല്ലെങ്കിൽ ആൾക്കാരുടെ അസറ്റ്സിനെ, നമ്മളുടെ എക്കണോമിക് അസറ്റ്സിനെയും സ്ട്രക്ചറിനെയും ഒക്കെ ഒരു ത്രെട്ട് ഉണ്ടാക്കാൻ പാകതയുള്ള ഒരു ഫിസിക്കൽ ഫിനോമിനയാണ് ഹസാർഡ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ലീഡ് ടു ഡിസാസ്റ്റർ അല്ലേ, വിച്ച് മേ കോസ് എ ഡിസാസ്റ്റർ ആൻഡ് വിച്ച് മേ നോട്ട് കോസ്. അത് ഡിസാസ്റ്റർ ഉണ്ടാക്കാം, ഡിസാസ്റ്റർ ഉണ്ടാക്കാതിരിക്കാം. അതായത് ഇതിൻ്റെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾക്കിപ്പം ഒരു ഹസാർഡ് ഒക്കർ ചെയ്തു എന്ന് വിചാരിക്കുക. സപ്പോസ് ഒരു ഫോറസ്റ്റിൽ അല്ലെങ്കിൽ ആൾതാമസം ഇല്ലാത്ത അല്ലെങ്കിൽ അവിടെ ജനവാസം ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒരു എർത്ത് ക്വേക്ക് ഉണ്ടായെന്ന് വിചാരിക്കുക. സോ ദാറ്റ് ഈസ് എ ഹസാർഡ്. ഈ എർത്ത് ക്വേക്ക് എന്ന് പറയുന്നത് ഒരു ഹസാർഡാണ്. പക്ഷേ അവിടെ ആൾക്കാരില്ല, അവിടെ പിന്നെ പ്രോപ്പർട്ടീസ് ഇല്ല, ഐ മീൻ സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല, ബിൽഡിങ്സ് ഇല്ല, അങ്ങനെ ഒന്നുമില്ലെന്ന് വിചാരിക്കാം. അപ്പം അവിടെ പ്രത്യേകിച്ച് നമ്മളെ ഹാം ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെ ഒന്നും ലൈക്ക് അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് അതൊരു ഡിസാസ്റ്റർ ആവുന്നില്ല. എപ്പോഴാണ് ഡിസാസ്റ്റർ ആവുന്നത്? അത് നമ്മളെ ത്രെട്ടൻ ചെയ്യാനുള്ള അല്ലെങ്കിൽ നമ്മളെ ഹാം ചെയ്യുന്ന സമയത്താണ്. ഇപ്പം ഒരു ബിൽഡിംഗ് കൊലാപ്സ് ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ അവിടെ ഒരുപാട് ഹ്യൂമൻസ് എഫക്റ്റഡ് ആവുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ അസറ്റ്സ്, നമ്മളുടെ സ്ട്രക്ചേഴ്സ്, ഇതിനെയൊക്കെ മൊത്തത്തിലൊന്ന് ഷെയ്ക്ക് ചെയ്ത് അതിനെല്ലാം എഫക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അതൊരു ഡിസാസ്റ്റർ ആവുള്ളൂ. അപ്പം ഡിസാസ്റ്റർ ആവണമെങ്കിൽ അവിടെ ഹ്യൂമൻ ലോസ് ഉണ്ടാവണം അല്ലേ, ആൾക്കാർ മരിച്ചിട്ടുണ്ടാവണം, അവിടെ ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാവണം. അപ്പോൾ മാത്രമാണ് നമ്മൾ ഒരു ഹസാർഡ് ഒക്കർ ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും നഷ്ടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ മാത്രമേ അതൊരു ഡിസാസ്റ്റർ ആവുള്ളൂ. ഓക്കെ, അതർവൈസ് ഇറ്റ്സ് ജസ്റ്റ് എ ഹസാർഡ്. ഇപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നൗ ജനറലി സ്പീക്കിംഗ് ദർ ആർ 2 types ഓഫ് ഹസാർഡ്സ്. 2 തരത്തിൽ ഹസാർഡ്സ് ഉണ്ട്. ഒന്ന് നാച്ചുറൽ ഹസാർഡ് ആൻഡ് അതർ വൺ ഈസ് ഹ്യൂമൻ മെയ്ഡ് ഹസാർഡ്സ്. ഓക്കെ, എന്താണ് നാച്ചുറൽ ഹസാർഡ്സ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ദീസ് ഹസാർഡ്സ് കോസ്ഡ് ബൈ നാച്ചർ സച്ച് ആസ് ഫ്ലഡ്സ്, ഡ്രൗട്ട്സ്, എർത്ത് സൈക്ലോൺസ്, സുനാമീസ്, ലാൻഡ് സ്ലൈഡ്സ് എക്സെട്ര. ഓക്കെ, ഇങ്ങനെയുള്ള നാച്ചുറലി കോസ്ഡ് ആയിട്ടുള്ള ഹസാർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാച്ചുറൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഹ്യൂമൻ മെയ്ഡ് ഹസാർഡ്സ് എന്താണ്? ആസ് ദ ടേം ഡിഫൈൻസ്,
നമ്മൾ മനുഷ്യ കാരണങ്ങളാൽ ഉണ്ടാവുന്ന ഹസാർഡ്സ്, നമുക്ക് ആക്സിഡൻറ്റ്സ് പറയാം, റോഡ് ആക്സിഡൻറ്റ്സ്, റെയിൽ ആക്സിഡൻറ്റ്സ്, ഈ അടുത്ത് നമുക്ക് എന്താ പറയുക ഏവിയേഷൻ ഡിസാസ്റ്റേഴ്സ് അല്ലെ, ഇപ്പം ഈ അടുത്ത് എയർ ക്രാഷ് ഒക്കെ ഉണ്ടായി. അപ്പം അതുപോലെ ഫയർ, കമ്മ്യൂണൽ വയലൻസ്, ബോംബ് ബ്ലാസ്റ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിൽ വരും? ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള ഹസാർഡ്സ് ആണ്. ഓക്കെ, സോ നമുക്ക് രണ്ടായിട്ട് ഹസാർഡിനെ 2 ടൈപ്സ് ഓഫ് ഹസാർഡ്സ് ആർ ദർ. ഏതൊക്കെയാണ്? നാച്ചുറൽ ആൻഡ് ഹ്യൂമൻ മെയ്ഡ് ഹസാർഡ്സ്. നോ, നമ്മളെ UGC നെറ്റിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ലൈക്ക് ഹസാർഡ്സ്, ചില ഹസാർഡ്സ് കൊടുത്തിട്ടുണ്ടാവും, അതിനകത്ത് അതിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറയും, ഇത് ഏത് ഗ്രൂപ്പിൽ പെടും. ഓക്കെ, ഫ്ലഡ്സ് കൊടുക്കും, പിന്നെ എർത്ത് ക്വേക്സ്, അതുപോലെ വാർസ്, അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതൊക്കെ ഏത് ഗ്രൂപ്പിലാണ് വരുന്നത്, മാച്ച് ദ ഫോളോയിങ് ഒക്കെ ആയിട്ട് വന്ന് കാണുന്നുണ്ട്. അപ്പം ഏകദേശം നമുക്ക് ഈ ഹസാർഡിനെ ക്ലാസിഫൈ ചെയ്യാനും കൂടെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, സോ മേജർ ഗ്രൂപ്പ്സ് ഓഫ് ഹസാർഡ്സ് ഏതൊക്കെയെന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഹൈ പവേർഡ് കമ്മിറ്റി ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അണ്ടർ ദ ചെയർമാൻഷിപ്പ് ഓഫ് ശ്രീ JC പന്ത് 1999 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഈ ഒരു ഇത് പ്രകാരമാണ് ഞാൻ താഴെ കൊടുത്തിരിക്കുന്ന ഹസാർഡ്സ് നമ്മൾ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, നൗ അതിൽ 5 ടൈപ്പ് ആക്കിയിട്ടാണ് അവർ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ഹസാർഡിനെ. ഫസ്റ്റ് വൺ, വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഹസാർഡ്സ്. ഓക്കെ, വാട്ടറും ക്ലൈമറ്റ് റിലേറ്റഡുമായിട്ടുള്ള ഹസാർഡ്സ്. സെക്കൻഡ് വൺ, ജിയോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഹസാർഡ്സ്. ഓക്കെ, തേർഡ് വൺ, കെമിക്കൽ, ന്യൂക്ലിയർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഹസാർഡ്സ്. ആൻഡ് ഫോർത്ത് വൺ, ആക്സിഡൻറ്റ് റിലേറ്റഡ് ഹസാർഡ്സ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് ബയോളജിക്കലി റിലേറ്റഡ് ഹസാർഡ്സ്. ഓക്കെ, ഇങ്ങനെ 5 ക്ലാസിഫിക്കേഷനാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഒക്കെ അണ്ടറിൽ നമുക്ക് ഏതൊക്കെ ഹസാർഡ്സ് ഇൻക്ലൂഡഡ് ആണ് എന്ന് നോക്കാം. ഏതൊക്കെയാണ്? വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഹസാർഡ്സ്. നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ, വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ്. ഓഫ് കോഴ്സ് ഫ്ലഡ്സ്, ഡ്രെയിനേജ് മാനേജ്മെൻറ്റ്, സൈക്ലോൺസ്, ഓക്കെ, ടൊർണാഡോസ് ആൻഡ് ഹരിക്കെയിൻസ്, നമ്മൾ ഈ ചുഴലിക്കാറ്റും കാര്യങ്ങളൊക്കെ. ഹെയിൽ സ്റ്റോംസ്, എന്താ ഹെയിൽ സ്റ്റോം? കൊടുങ്കാറ്റ്. ഓക്കെ, ക്ലൗഡ് ബേസ്റ്റ് ഉണ്ട്, അതായത് മേഘവിസ്ഫോടനം എന്ന് നമ്മൾ പറയുന്നത്. ഹീറ്റ് വേവ് ആൻഡ് കോൾഡ് വേവ്, അതെന്താണ്? നമ്മുടെ ഉഷ്ണതരംഗം, നമ്മൾ കേട്ടിട്ടില്ലേ? ഉഷ്ണതരംഗമുണ്ട്, അതുപോലെ തന്നെ ശീതതരംഗമുണ്ട്, തണുത്ത കാറ്റിൻ്റെ. ഓക്കെ, അതുപോലെ തന്നെ സ്നോ അവലഞ്ചസ്, ഡ്രൗട്ട്സ്, സീ ഇറോഷൻ, തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്, ഇതൊക്കെ ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? വാട്ടർ ആൻഡ് ക്ലൈമറ്റ് റിലേറ്റഡ് ഹസാർഡ്സിൻ്റെ അണ്ടറിലാണ് ഇത്രയും ഹസാർഡ്സ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ജിയോളജിക്കലി റിലേറ്റഡ് ഹസാർഡ്സ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ കൺഫ്യൂസ്ഡ് ആകും, ഏതൊക്കെയാണ് ജിയോളജിക്കലി റിലേറ്റഡ്, ഏതൊക്കെയാണ് ക്ലൈമറ്റ് റിലേറ്റഡ് എന്നൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആകും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇതിനകത്തൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്താൽ മതി, നിങ്ങൾക്കത് ക്ലിയർ ആവും. നൗ ജിയോളജിക്കലി റിലേറ്റഡ് ഹസാർഡ്സ് ഏതൊക്കെയാണ് വരുന്നത്? ലാൻഡ് സ്ലൈഡ്സ് ആൻഡ് മഡ് ഫ്ലോസ് അല്ലേ, നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ കേരളത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഒന്ന് ഫ്ലഡും അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്സും. ഓക്കെ, അതുപോലെ തന്നെ എർത്ത് ക്വേക്സ്. ഓക്കെ, എർത്ത് ക്വേക്സ്, ഡാം ഫെയിലിയർ, മൈൻ ഫയേഴ്സ് ഒക്കെ ജിയോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഹസാർഡ്സ് ആണ്. അതുപോലെ കെമിക്കൽ, ന്യൂക്ലിയർ ആൻഡ് ഇൻഡസ്ട്രിയൽ ഹസാർഡ്സ്, അത് നമുക്ക് ആ ഒരു ഹെഡിങ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കെമിക്കൽ, ഇൻഡസ്ട്രിയൽ ഡിസാസ്റ്റേഴ്സും ന്യൂക്ലിയർ ഡിസാസ്റ്റേഴ്സും ഒക്കെ ഇതിൻ്റെ അണ്ടറിൽ വരും. ഓക്കെ, ആൻഡ് ഫോർത്ത് വൺ ഈസ് ആക്സിഡൻറ്റ് റിലേറ്റഡ് ഹസാർഡ്സ്. എല്ലാ ആക്സിഡൻസും, അതായത് ഫോറസ്റ്റ് ഫയർ. ഓക്കെ, അതുപോലെ ഫോറസ്റ്റ് ഫയർ നമ്മളെ ക്ലൈമറ്റിലും വരും കേട്ടോ. ക്ലൈമറ്റ് റിലേറ്റഡ് ഹസാർഡ്സിലും ഫോറസ്റ്റ് ഫയേഴ്സ് വന്ന് കാണുന്നുണ്ട്, ആക്സിഡൻറ്റ് റിലേറ്റഡ് ഹസാർഡ്സിലും വന്ന് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫോറസ്റ്റ് ഫയേഴ്സിൻ്റെ കാരണമായിട്ട് പിന്നെ 2 കാരണങ്ങളുണ്ടാവാം. ഒന്നെന്ന് പറയുന്നത് നമ്മുടെ എന്തെങ്കിലും എന്താ പറയുക മനുഷ്യരായിട്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തികൾ കൊണ്ട് ഫോറസ്റ്റിൽ തീ പിടിക്കുന്നത്, അതല്ലെങ്കിൽ അല്ലാതെ ക്ലൈമറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കൊണ്ടും ഫോറസ്റ്റ് ഫയേഴ്സ് ഉണ്ടായി കാണുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഫോറസ്റ്റ് എന്ന് എഴുതിയിട്ടുള്ളൂ, ഫോറസ്റ്റ് ഫയേഴ്സ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഫോറസ്റ്റ് ഫയേഴ്സ് ഈ 2 കാറ്റഗറിയിലും വരുന്നുണ്ട്. ആക്സിഡൻറ്റ് റിലേറ്റഡ് ഹസാർഡുമാണ്, അതേപോലെ തന്നെ ക്ലൈമറ്റ് റിലേറ്റഡ് ഹസാർഡുമാണ്. ഓക്കെ, അതുപോലെ അർബൻ ഫയേഴ്സ്, ഓക്കെ, മൈൻ ഫ്ലഡിങ്, ഓയിൽ സ്പിൽ, മേജർ ബിൽഡിംഗ് കൊലാപ്സ്, സീരിയൽ ബോംബ് ബ്ലാസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ആക്സിഡൻറ്റ് റിലേറ്റഡ് ഹസാർഡ്സിലാണ് വരുന്നത്. അതുപോലെ ഫെസ്റ്റിവൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസാസ്റ്റേഴ്സ്. ഓക്കെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞൂടാ, കൊല്ലത്തൊക്കെ ഒരു ഫെസ്റ്റിവൽ റിലേറ്റഡ് ഒരു
എന്താ പറയുക, ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ ഒരു വലിയൊരു ബ്ലാസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അതുപോലെയുള്ളതാണ് ഫെസ്റ്റിവൽ റിലേറ്റഡ് ഡിസാസ്റ്റേഴ്സ്. അതുപോലെ ഇലക്ട്രിക്കൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് ഫയേഴ്സ്, എയർ, റോഡ് ആൻഡ് റെയിൽ ആക്സിഡൻറ്റ്സ്, ബോട്ട് ക്യാപ്സൈസിങ്, വില്ലേജ് ഫയേഴ്സ്, ഇതൊക്കെ എന്തിനകത്ത് വരും? ആക്സിഡൻറ്റ് റിലേറ്റഡ് ഹസാർഡ്സിലാണ് വരുന്നത്. ഓക്കെ, നൗ ഫിഫ്ത്ത് വൺ ഇസ് ബയോളജിക്കലി റിലേറ്റഡ് ഹസാർഡ്സ്. ഏതൊക്കെയാണ് ബയോളജിക്കലി? നിങ്ങൾക്കറിയാം, ബയോളജിക്കലി എന്നുള്ള ടേം കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അല്ലേ, ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് എപ്പിഡമിക്സ്. ഓക്കെ, എപ്പിഡമിക്സ് നമുക്ക് അറിയാം, പണ്ടൊക്കെ ഒരുപാടുണ്ടായിരുന്നു. ഇപ്പം കുറച്ചായിട്ട് നമുക്ക് വലിയ പകർച്ചവ്യാധികളൊന്നും കുറേയൊക്കെ കൺട്രോൾഡ് ആണെന്ന് തോന്നുന്നു. എനിവേ, ബയോളജിക്കൽ ഡിസാസ്റ്റേഴ്സ് ആൻഡ് എപ്പിഡമിക്സ്, പെസ്റ്റ് അറ്റാക്സ്, ഓക്കെ, ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട്. കാറ്റിൽ എപ്പിഡമിക്സ്, ഫുഡ് പോയ്സണിങ്, ഇത്രയുമാണ് ബയോളജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഹസാർഡ്സ്. ഓക്കെ, സോ ഐ തിങ്ക് ഇറ്റ്സ് ക്ലിയർ. ഇപ്പോൾ നമ്മൾ ഹസാർഡ് എന്ന് പറയുന്ന ഫസ്റ്റ്, അതായത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിലുള്ള കൺസെപ്റ്റ്സിൽ, ഓക്കെ, 4 കൺസെപ്റ്റ്സാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഹസാർഡ്, റിസ്ക്, വൾണറബിലിറ്റി ആൻഡ് ഡിസാസ്റ്റർ. അതിനകത്ത് ഹസാർഡാണ് നമ്മളിപ്പം കവർ ചെയ്തിട്ടുള്ളത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു ആൻഡ് താങ്ക് യു ഫോർ ബീങ് വിത്ത് മീ. ബൈ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ബൈ.